ഹലോ ഫ്രണ്ട്സ്, സാധാരണ നമ്മൾ നേന്ത്രപ്പഴങ്ങളൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ അധികം പഴുത്ത് പോയാൽ നമ്മളത് കളയാറാണല്ലേ പതിവ്. എന്നാൽ നമുക്ക് അത് വെച്ചൊരു പക്കോട ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ പൊതുവേ പക്കോട എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എരിവാണല്ലോ പ്രതീക്ഷിക്കുന്നത്. നല്ല മധുരത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനപ്പോൾ നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടി, ഒരു നുള്ളുപ്പ്, ഇത്തിരി അപ്പക്കാരം, പിന്നെ കുറച്ചും കൂടി പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി കളറിനും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പഴവും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളു വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്കിത് സ്പൂണ് വെച്ചോ നമ്മുടെ കൈ കൊണ്ട് തന്നെ കോരി കുറച്ച് പക്കോടേൻ്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന പഴംപൊരി വറുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണയാണ്, സെയിം എണ്ണയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. ഇങ്ങനെ കുറച്ച് സ്പൂൺ വെച്ചിട്ട് വറുത്തെടുക്കാം. പിന്നെ സിമ്മ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കാരണം പെട്ടെന്ന് തന്നെ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പഴവും മൈദയൊക്കെ ആണല്ലോ. നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴം പൊതുവേ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അവരെന്തായാലും കഴിക്കും. പിന്നെ മധുരം കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ എന്തായാലും കുട്ടികൾ കഴിക്കുമല്ലോ. അടിപൊളി പലഹാരമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയവർ ഉണ്ടെങ്കിൽ വന്ന് പറയുക, കമൻറ്റിൽ അറിയിക്കുക. ഇല്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വന്ന് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോസും ഡെയിലി വ്ളോഗ്സും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ അത് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ നമുക്ക്